നമ്മുടെ ഏത് ആഗ്രഹവും റബ്ബിൽ നിന്ന് വളരെ പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റുന്ന എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അമലുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഫലം ലഭിച്ച അമല് സൂറത്തു യാസീൻ കൊണ്ടുള്ള ഒരു അമല്. ഇൻഷാ അല്ലാഹ് അമല് നല്ല നിയ്യത്തുകൾ മനസ്സിൽ കരുതിയിട്ട് ഹലാലായ മുറാദുകളാണോ ഇതൊരിക്കലെങ്കിലും ചെയ്തു നോക്കൂ. ജീവിതത്തിൽ ആ ഫലം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. മനസ്സകങ്ങളിൽ വെന്തുകിടക്കുന്ന നേറിക്കിടക്കുന്ന വേദനകൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെച്ച് എല്ലാം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള ആ അമലിനെ കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. ഏത് ആഗ്രഹങ്ങൾ സഫലീകരിക്കാനുള്ളവരും ഏത് മുറാദുകൾ ആഗ്രഹിച്ച് സാധൂകരിച്ച് സാക്ഷാത്കരിച്ച് കിട്ടാനുള്ളവരും ഈ അമല് വളരെ ആത്മാർത്ഥമായി ഈ പറയുന്ന രൂപത്തിൽ ചെയ്തു നോക്കുക. അള്ളാഹു നമ്മുടെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് നൽകട്ടെ, വിഷമങ്ങളെല്ലാം അള്ളാഹു തീർത്ത് തരട്ടെ. ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഏത് ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചു കിട്ടാൻ കാരണമാകുന്ന, തരാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ അമല് സൂറത്തു യാസീൻ കൊണ്ടുള്ള അമല്. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിന്റെ ഹൃദയം എന്ന വിശേഷണം ലഭിച്ച അധ്യായമാണ് സൂറത്തു യാസീൻ. വിശുദ്ധ ഖുർആനിലെ 36ാമത്തെ സൂറത്താണ് സൂറത്തു യാസീൻ. 83 ആയത്തുകൾ സൂറത്തു യാസീനിലുണ്ട്. സൂറത്തു യാസീൻ അറിയാത്തവരായി നമുക്കിടയിൽ ആരും ഉണ്ടാകൂല. എല്ലാവർക്കും സൂറത്തു യാസീൻ അറിയാം. സൂറത്തു യാസീൻ ഒരു ദിവസമെങ്കിലും ഒരു തവണ, ദിവസത്തിൽ ഒരു തവണയെങ്കിലും ഓതാത്തവരായിട്ട് ആരും ഉണ്ടാകൂല. ഈ സൂറത്ത് മനഃപ്പാഠമാക്കുന്നതിന് വളരെയധികം പ്രചോദനവും പ്രാധാന്യവും കൽപ്പിച്ചിരുന്നവരായിരുന്നു നമ്മളൊക്കെ അല്ലെ. ചെറുപ്പ കാലഘട്ടത്തിലെ മദ്രസകളിൽ നിന്നൊക്കെ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ കൊച്ചുപ്രായത്തിൽ തന്നെ സൂറത്തു യാസീൻ മനഃപ്പാഠമാക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് നമ്മളൊക്കെ സൂറത്തു യാസീൻ മനഃപ്പാഠമാക്കിയിട്ടുള്ളത്. ഈ സൂറത്തു യാസീനെ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകം മരണപ്പെട്ടവരുടെ പേരിൽ ഓതാറുണ്ട്, മരണം ഹാദിറായവരുടെ അടുക്കൽ വെച്ച് ഓതാറുണ്ട്. ഇങ്ങനെ സൂറത്തു യാസീൻ കൊണ്ട് നിരവധി അമലുകൾ നമ്മൾ ചെയ്യാറുണ്ട്. മരണപ്പെട്ട വീടുകളിലും അതേപോലെ തന്നെ മഹാന്മാരുടെ ഖബറുകള്, മസാറുകൾ സിയാറത്ത് ചെയ്യുമ്പോൾ നമ്മുടെ വലിയപ്പമാരുടെയും വലിയമ്മമാരുടെയും ഉപ്പമാരുടെയും ഉമ്മമാരുടെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഓതാറുണ്ട്. നമ്മുടെ നൂറെ മദീനയുടെ മജ്ലിസിൽ എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും സൂറത്തു യാസീൻ പാരായണം ചെയ്യുന്നുണ്ട്. സൂറത്തു യാസീനിനോട് നമുക്ക് അഭേദ്യമായ ബന്ധമാണുള്ളത്. സൂറത്തു യാസീനെ കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് തന്നെ ഖൽബുൽ ഖുർആൻ. സൂറത്തു യാസീൻ അത് ഖുർആനിന്റെ ഹൃദയം എന്നാണ്. സൂറത്തു യാസീൻ ലിമാ ഖുരിഅ ലഹു, അത് ഏതൊരാവശ്യത്തിന് വേണ്ടിയാണോ ഓതുന്നത്, ഏതൊരാവശ്യത്തിന് വേണ്ടിയാണോ സൂറത്ത് യാസീൻ ഓതുന്നത്, ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല മുറാദുകൾ മനസ്സിൽ കരുതിയിട്ട് അള്ളാഹുവിനോട് പ്രത്യേകം അതിനുശേഷം ദുആ ചെയ്താൽ ആ മുറാദ് ഹാസിലായി കിട്ടും. അപ്പൊ നമ്മൾ ഇവിടെ സൂറത്ത് യാസീനിന്റെ അമല് പറയുമ്പോൾ അതിന്റെ ശേഷം ഒരു ദുആ പറയുന്നുണ്ട്. ആ ദുആയും കൂടെ ചൊല്ലിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് നിങ്ങൾക്കറിയാവുന്ന ഭാഷ ഏത് നിയ്യത്ത് കരുതിയിട്ടാണോ നിങ്ങൾ ഓതുന്നത് ആ നിയ്യത്ത് പൂർത്തീകരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ, ആത്മാർത്ഥമായിട്ടാണോ ചെയ്തിട്ടുള്ളത്, ആ മുറാദ് പൂർത്തീകരിക്കപ്പെടും എന്നുള്ളത് തീർച്ചയാണ്. അള്ളാഹു നമ്മുടെ മുറാദുകളൊക്കെ ഹാസിലാക്കി തരട്ടെ. അള്ളാഹുവിനെയും അന്ത്യദിനത്തെയും മുൻനിർത്തി ഈ സൂറത്ത് പാരായണം ചെയ്യുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കാതിരിക്കില്ല. നിങ്ങളിൽ നിന്ന് മരണമാസന്നമാവരവരുടെയും മരിച്ചവരുടെയും അടുക്കൽ വെച്ച് അത് നിങ്ങൾ പാരായണം ചെയ്യണമെന്ന് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന്റെ 1000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു യാസീൻ, സൂറത്തു ത്വാഹ എന്നീ സൂറത്തുകൾ മലക്കുകളെ കേൾപ്പിച്ചു. അത് കേട്ട് മലക്കുകൾ പറഞ്ഞു, ഈ സൂറത്തുകൾ അവതരിക്കുന്ന സമൂഹത്തിനാണ് സർവ്വ സന്തോഷവും. ഈ സൂറത്തുകൾ സൂക്ഷിക്കപ്പെടുന്ന ഹൃദയങ്ങൾക്ക് സർവ്വ ആഹ്ലാദവും, ഇവ പാരായണം ചെയ്യപ്പെടുന്ന നാവുകൾക്ക് എല്ലാ ചാരിതാർത്ഥ്യവും എന്ന് പറഞ്ഞതായിട്ട് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ സൂറത്തു യാസീനിന് അതിന് വളരെ ശ്രേഷ്ഠതയുണ്ട്, വളരെ മഹത്വമുണ്ട്. സൂറത്ത് യാസീൻ കൊണ്ട് നമ്മൾ ഈ അമൽ ചെയ്യുമ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് നല്ല നെയ്യത്ത് കരുതിയിട്ട് അത് ചെയ്തു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാൻ കാരണമാകുന്നതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാ
വസ്തുക്കൾക്കും ഒരു ഹൃദയമുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ ഹൃദയം അത് സൂറത്തു യാസീൻ ആകുന്നു. രാത്രിയിൽ സൂറത്തു യാസീൻ പാരായണം ചെയ്യുന്നവന് ആ രാത്രിയുടെ ഐശ്വര്യം നൽകപ്പെടും. പകല് സൂറത്തു യാസീൻ പാരായണം ചെയ്യുന്നവന് ആ പകല് പ്രയാസങ്ങൾ ഉണ്ടാകുന്നതല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സൂറത്തു യാസീൻ ഓതുന്നവന് പുലരുവോളം സന്തോഷം ലഭിക്കും. രാവിലെ പാരായണം ചെയ്യുന്നവന് വൈകുന്നേരം വരെയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പ്രഭാത സമയത്ത് യാസീൻ ഓതുന്നവന് വൈകുന്നേരം വരെയും, രാത്രിയുടെ ആരംഭത്തിൽ അത് പാരായണം ചെയ്യുന്നവന് അതിന്റെ പ്രഭാതം വരെയും ജീവിത ഐശ്വര്യം ലഭിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സൂറത്തു യാസീൻ നമ്മുടെ മജ്ലിസിലൊക്കെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ഓതുന്നത് അതുകൊണ്ടാണ്. പ്രഭാതത്തിൽ എന്ന് പറഞ്ഞാൽ ദിവസത്തിന്റെ തുടക്കത്തില്, രാത്രിയുടെ തുടക്കത്തില്, അതിന്റെ അവസാനം വരെ, രാത്രിയാണെങ്കിൽ രാത്രിയുടെ അവസാനം വരെ, പകലാണെങ്കിൽ പകലിന്റെ അവസാനം വരെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് ലഭിക്കാൻ സൂറത്തു യാസീൻ കാരണമാകും. എല്ലാ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുക്കടലിൽ അകപ്പെടുന്നവർക്ക് ആശ്വാസത്തിന്റെ സ്വാന്തനമാകും സൂറത്തു യാസീൻ എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഏതൊരു ഉദ്ദേശം വെച്ച്, ഏതൊരാഗ്രഹം കരുതിയിട്ട് അത് ഓതുന്നോ ആ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ആഗ്രഹങ്ങളുടെ താക്കോലാണ് സൂറത്തു യാസീൻ. ആവശ്യങ്ങളുടെ താക്കോൽ. നിരവധി ആവശ്യങ്ങളും നിരവധി പ്രയാസങ്ങളും പ്രതിസന്ധികളും നമുക്കുണ്ട്. അങ്ങനെ സൂറത്തു യാസീൻ പാരായണം ചെയ്യുന്നതിന്റെ ഫലമായി ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടും. അത് ഏതെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് ആ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടും. ചില മഹാന്മാരൊക്കെ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് നമുക്ക് കാണാം. വിശക്കുന്നവൻ യാസീൻ ഓതിയാൽ അല്ലാഹു അവന്റെ വിശപ്പകറ്റും. ദാഹിക്കുന്നവൻ അത് ഓതിയാൽ ദാഹം തീർത്തു തരും. വസ്ത്രമില്ലാത്തവൻ ഓതിയാൽ വസ്ത്രം ലഭിക്കും. ഭയപ്പെടുന്നവൻ അത് ഓതിയാൽ അവന്റെ ഭയം മാറും. ഏകാന്തതയിൽ വിഷമിക്കുന്നവൻ അത് ഓതിയാൽ കൂട്ടുകാരന് ലഭിക്കും. ദരിദ്രൻ ഓതിയാൽ അവന്റെ ആവശ്യങ്ങൾ അല്ലാഹു നിറവേറ്റി കൊടുക്കും. തടവറയിലുള്ളവൻ അത് ഓതിയാൽ, ജയിലിലകപ്പെട്ടവൻ അത് ഓതിയാൽ മോചിതനാകും. വഴിതെറ്റിയവൻ അത് ഓതിയാൽ അല്ലാഹു അവനെ വഴി കാണിച്ചു കൊടുക്കും. കടം കയറി വിഷമിക്കുന്നവൻ അത് ഓതിയാൽ കടങ്ങളെല്ലാം വീട്ടിക്കിട്ടും. ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞതായിട്ട് കാണാം. ഇത്തരം വിഷയങ്ങൾ ചെയ്തതിന്റെ അനുഭവങ്ങളൊക്കെ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സൂറത്തു യാസീൻ അതുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ട്. ആ ബന്ധം അങ്ങനെ കാത്തു സൂക്ഷിച്ച് മനഃപ്പാടമാക്കിയ ഒരുപാട് ആളുകളുണ്ട്. സൂറത്ത് കാണാതെ അറിയുന്നവരുണ്ട്. സൂറത്ത് യാസീൻ ചെറുപ്പനാളിൽ മനഃപ്പാടമാക്കിയത് കൊണ്ട് തന്നെ അതിലൊരുപാട് പിഴവുകൾ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഈ അമല് പറയുമ്പോൾ, ഈ അമല് ഓരോരുത്തരും ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ആ അമലുകൾ ചെയ്യുന്ന സമയത്ത് തജ്വീദിന്റെ നിയമങ്ങൾ പാലിച്ച് അക്ഷരത്തെറ്റ് കൂടാതെ ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിക്കണം. അങ്ങനെ അക്ഷരത്തെറ്റ് കൂടാതെ ചെയ്യുമ്പോൾ ആളാണ് നമുക്കതിന്റെ റിസൾട്ടൊക്കെ ലഭിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഖുർആൻ ഓതുന്നത് കേട്ട് കൃത്യമായി പഠിച്ച് നിങ്ങളുടെ ഖിറാഅത്തിൽ എവിടെയാണ് തെറ്റുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ തെറ്റ് തിരുത്തിയിട്ട് തജ്വീദിന്റെ നിയമങ്ങൾ പരമാവധി നമുക്ക് കഴിയാവുന്നത് ശ്രദ്ധിച്ച് തന്നെ ഓതാൻ വേണ്ടി പരമാവധി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ നമ്മുടെ ഏത് ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് സൂറത്തു യാസീൻ പാരായണം ചെയ്യേണ്ട രൂപം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരുപാട് അമലുകൾ പറഞ്ഞിട്ടുണ്ട്. 12,000 ബിസ്മിയുടെ അമല് പറഞ്ഞു. ഒരുപാട് ആളുകൾ അത് ചെയ്തു. നല്ല റിസൾട്ട് അതിന് ലഭിച്ചു. ഓരോ ദിവസവും അതിന്റെ റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും അതിനെക്കുറിച്ച് പറയാത്ത ദിവസങ്ങളില്ല. സൂറത്തുൽ ഫത്ഹിന്റെ അമല് വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓതിയവരുണ്ട്. സൂറത്തുൽ ഫത്ഹ് 21 തവണ ഓതിയിട്ട് അവരവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കിട്ടാൻ വേണ്ടി പ്രത്യേകം നേർച്ചയാക്കി ഓതിയവര്, നിയ്യത്ത് കരുതി ഓതിയവര്, അങ്ങനെ ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കിട്ടിയവരുണ്ട്. യാ ലത്തീഫിന്റെ അമല് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. യാ ലത്തീഫ് ഓതുന്നതിനെ കുറിച്ച്, അള്ളാഹുവിന്റെ പവിത്രമായ അസ്മാഉൽ ഹുസ്നയിലെ ആ ഇസ്മിനെ കുറിച്ച്. അതുപോലെ തന്നെ സൂറത്തു യാസീൻ അത് തന്നെ ഓരോ മുബീൻ എത്തുന്ന സമയത്തും പ്രത്യേകം ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു അമല് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സൂറത്ത് യാസീനിന്റെ അമല് മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. 25 സൂറത്ത് യാസീൻ ഓതുന്ന അമല് പറഞ്ഞതാണ്. ഇന്ന് നമ്മൾ പറയുന്നത് ഒരൊറ്റ ഇരുത്തത്തില് അമല് കൃത്യമായി കേൾക്കുക. ഒരൊറ്റ ഇരുത്തത്തിൽ സൂറത്ത് യാസീൻ അജ്നബിയായ കലാമുകളൊന്നുമില്ലാതെ 4 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതെ വളരെ ആത്മാർത്ഥമായിട്ട് ഖിബ്ലക്ക് മുന്നിട്ടിരുന്ന് ഓതുക എന്നുള്ളതാണ്.
അത് ഓതിയതിന് ശേഷം ഡിസ്പ്ലേയിൽ ഒരു ദുആ കാണിക്കും. ആ ദുആ അതുപോലെ ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞ് അള്ളാഹുവിനോട് നിങ്ങളുടെ ആഗ്രഹം വളരെ ആത്മാർത്ഥമായി പറയുക. അതോടുകൂടി നമ്മുടെ അമല് പൂർത്തീകരിച്ചു. അങ്ങനെ ചെയ്തവർക്ക് ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, റിസൾട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മുജറബാത്തിന്റെ കിതാബുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഒരു ദിവസം വളരെ ശുദ്ധിയോടുകൂടെ വളരെ ആത്മാർത്ഥമായിട്ട് കാമിലായ വുളു എടുക്കുക. വുളുഇന്റെ എല്ലാ ആദാബുകളും എല്ലാ സുന്നത്തുകളും പാലിച്ച് പൂർണ്ണമായ വുളു, കാമിലായ വുളു. അങ്ങനെ എടുക്കാൻ അറിയാത്ത ഉമ്മമാര്, ഉപ്പാപ്പന്മാരൊക്കെ അതിന്റെ കൃത്യമായ സുന്നത്തുകളൊക്കെ പഠിച്ചു മനസ്സിലാക്കിയിട്ട് പൂർണ്ണമായി നമ്മൾ ആ അമൽ തുടങ്ങുമ്പോൾ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു പിശുക്കോ അല്ലെങ്കിൽ ഒരു അലസതയോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. എല്ലാം വളരെ പെർഫെക്ഷനിൽ ചെയ്യാൻ. അപ്പൊ ആദ്യമായിട്ട് ചെയ്യേണ്ടത് കാമിലായ വുളു എടുക്കുക. കാമിലായ വുളു എടുക്കുമ്പോൾ മുഖവും കൈകാലുകളൊക്കെ കയറ്റി കഴുകേണ്ടി വരും. അങ്ങനെ ഓരോ അവയവങ്ങളിലും പ്രത്യേകം സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ടി വരും. എല്ലാ സുന്നത്തുകളും മനസ്സിലാക്കിയിട്ട് പൂർണ്ണമായ വുളു എടുക്കുക. നല്ല വസ്ത്രം ധരിക്കുക. നജസില്ലാത്ത, ശുദ്ധമല്ല, അശുദ്ധിയുള്ള, വൃത്തികേടുള്ള, മലിനമായ വസ്ത്രങ്ങളൊക്കെ മാറ്റിയിട്ട് നല്ല വസ്ത്രമെടുത്ത് സുഗന്ധപൂരിതമായിട്ട് അത്തറൊക്കെ പൂശിയിട്ട് നല്ല വസ്ത്രം ധരിച്ച് ശുദ്ധമായ സ്ഥലത്ത് തന്നെ വന്നിരിക്കുക. നമ്മുടെ റൂമില് എന്തെങ്കിലും മ്ലേച്ഛമായ വസ്തുക്കളുടെ സ്മെല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയോടുകൂടി ഒരു സ്ഥലത്തേക്ക് വരിക. അങ്ങനെ വന്നതിന് ശേഷം ഖിബിലയിലേക്ക് ഒരു മുസല്ല വലിച്ചിടുക. അങ്ങനെ മുസല്ലയിട്ട് ആ മുസല്ലയിലിരുന്ന് ഖളാഉൽ ഹാജത്തിന്റെ നിസ്കാരം നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ 2 റക്അത്ത് ഖളാഉൽ ഹാജത്തിന്റെ നിസ്കാരം നിസ്കരിക്കുക. ആ നിസ്കാരം എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് എല്ലാവർക്കും അറിയാം. അതിന്റെ ഒരു വീഡിയോയിൽ ആ വിഷയം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഖളാഉൽ ഹാജത്തിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് വളരെ ആത്മാർത്ഥമായി സൂറത്ത് യാസീൻ പാരായണം ചെയ്തു തുടങ്ങുക. അഊദു ഓതിയിട്ട് സൂറത്ത് യാസീൻ പാരായണം ചെയ്തു തുടങ്ങുക. അക്ഷരത്തെറ്റ് കൂടാതെ ഒരു സൂറത്ത് യാസീൻ പൂർണ്ണമായും ഓതിയതിന്റെ ശേഷം അന്യ സംസാരങ്ങളൊന്നും സംസാരിക്കാതെ 2ാമത്തെ സൂറത്ത് യാസീൻ തുടങ്ങുക. 2ാമത്തെ സൂറത്ത് യാസീൻ ഓതി പൂർത്തിയാക്കിയതിന്റെ ശേഷം 3ാമത്തെ സൂറത്ത് യാസീൻ തുടങ്ങുക. അത് പൂർത്തിയാക്കിയതിന്റെ ശേഷം 4ാമത്തെ സൂറത്ത് യാസീൻ തുടങ്ങുക. അങ്ങനെ 4 സൂറത്ത് യാസീനും പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു ദുആ ചെയ്യാനുള്ളതാണ്. ഈ ദുആ ഇൻഷാ അല്ലാഹ് നമ്മളിത് പറഞ്ഞു തരുന്നുണ്ട്. ഈ ദുആ വളരെ ആത്മാർത്ഥമായിട്ട് ഒരു തവണ നിങ്ങൾ ദുആ ചെയ്യുക. സുബ്ഹാനൽ മുനഫിസ് عن كل مديون سبحان المفرج عن كل محزون سبحان من جعل خزائنه بين الكاف والنون سبحان من أراد شيئا أن يقول له كن فيكون يا مفرج فرج يا مفرج فرج يا مفرج فرج يا مفرج فرج فرج عني همي وغمي فرجا عاجلا برحمتك يا أرحم الراحمين سبحان المنفس عن كل مديون سبحان المفرج عن كل محزون سبحان من جعل خزائنه بين الكاف والنون سبحان من أراد شيئا أن يقول له كن فيكون يا مفرج فرج يا مفرج فرج يا مفرج فرج يا مفرج فرج فرج عني همي وغمي
فرجا عاجلا برحمتك يا أرحم الراحمين. ഈ ഒരു ദുആ വളരെ ആത്മാർത്ഥമായി ഒരു തവണ ചൊല്ലിയാൽ മതി. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് 2 തവണ അത് ആവർത്തിച്ചത്. ഒരു തവണ ചൊല്ലിയതിന്റെ ശേഷം നിങ്ങൾ ഏത് ആഗ്രഹത്തിന് വേണ്ടിയാണോ ഈ ഇരുത്തം ഇരുന്നത്, ഏത് ഉദ്ദേശം വെച്ചിട്ടാണോ ഇത് ഓതിയിട്ടുള്ളത്, എന്തു നിയ്യത്താണോ നിങ്ങൾ മനസ്സിൽ കരുതിയിട്ടുള്ളത്, അത് വളരെ ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് ദുആ ചെയ്യാം. അതോടുകൂടെ ആ അമല് പൂർത്തീകരിക്കപ്പെട്ടു. അമല് പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ആശങ്കകൾ ഉണ്ടാകാൻ പാടില്ല. പിന്നെ അതിനെക്കുറിച്ച് ആവലാതികളോ നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരികയോ ഒന്നും ചെയ്യാൻ പാടില്ല. ഞാൻ ഇന്നാലിന്റെ വിഷയത്തിന് വേണ്ടിയാണ് ഇത് ചെയ്തത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പൂർത്തീകരിച്ച് വീട്ടാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖൽബുൽ ഖുർആൻ എന്ന് വിശേഷിപ്പിച്ച സൂറത്ത് യാസീൻ ഖുർആനിന്റെ ഹൃദയമാണെന്ന് പറഞ്ഞ ആ സൂറത്ത് യാസീനാണ്. മാത്രമല്ല ആ സൂറത്ത് യാസീൻ ഏതുദ്ദേശം വെച്ച് ഓതിയാലും ആ ഉദ്ദേശം പൂർത്തീകരിക്കപ്പെടുമെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ നിയ്യത്തോടു കൂടെയാണ് ഞാനത് ഓതിയിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ മുറാദിനെ ഹാസിലാക്കണേ എന്ന് പറഞ്ഞ് നമുക്കറിയാവുന്ന ഭാഷയിൽ അള്ളാഹുവിനോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ ആ നിയ്യത്തുകൾ പൂർത്തീകരിച്ചു തരും. ഒരുപാട് മഹാന്മാർ ഇത് ചെയ്തിട്ടുണ്ട്, അവർക്കൊക്കെ അതിന്റെ റിസൾട്ട് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് റിസൾട്ട് ലഭിക്കാൻ അത് കാരണമാകും. അപ്പൊ മനസ്സകങ്ങളിൽ നേറിക്കിടക്കുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, വിഷമങ്ങളുണ്ട്. അതൊക്കെ പൂർത്തീകരിച്ച് കിട്ടാൻ ഈ ഒരു യാസീൻ സൂറത്ത് യാസീനിന്റെ അമല് ധാരാളമാണ്. മനസ്സറിഞ്ഞ ചെല്ലാം. അപ്പൊ മകന്റെ സ്വഭാവ ദൂഷ്യം കൊണ്ട് പ്രയാസപ്പെട്ടവരുണ്ടാകും അല്ലെ, മക്കള് ലഹരിക്കടിമപ്പെട്ടവര്, ഒരു നിലക്കും പറഞ്ഞതനുസരിക്കാത്തവര്, നിസ്കരിക്കാത്തവര്, അള്ളാന്റെ മുമ്പിൽ ഈ ഒരു അമല് ചെയ്ത് ഒരു തവണയെങ്കിലും മനസ്സറിഞ്ഞൊന്ന് ദുആ ചെയ്ത് നോക്കും. മകന്റെ ഹൃദയം നമ്മിലേക്ക് അടുക്കും. അവരുടെ ആ ദുസ്വഭാവം മാറിക്കിട്ടും. അല്ലെങ്കിൽ മദ്യപാനത്തിന് അടിമപ്പെട്ട സഹോദരന്മാരെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടാകും, ഉപ്പമാരെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടാകും. അവരൊരു പക്ഷെ അതിലൂടെ അഡിക്റ്റ് ആയിട്ട് അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യമായിരിക്കാം. അങ്ങനെയാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കഴിയാത്തതായിട്ടൊന്നുമില്ല. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുവിന് സാധിക്കാത്തതായിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു അവന്റെ ഹൃദയത്തില് ആ മദ്യത്തിനോടുള്ള, ലഹരിയോടുള്ള അറപ്പും വെറുപ്പും ഇട്ടുകൊടുത്താൽ പിന്നീട് അവനത് നുണയാൻ സാധിക്കുകയില്ല. റബ്ബിന്റെ മുമ്പിൽ ഈ അമല് ചെയ്ത് വളരെ ആത്മാർത്ഥമായിട്ട് റബ്ബിനോടൊന്ന് ദുആ ചെയ്ത് നോക്കൂ. അല്ലാഹു അത് പൂർത്തീകരിച്ചു തരും. മകന് ഗൾഫിൽ പോയിട്ട് വിസിറ്റിംഗ് വിസയില് അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം, എക്സ്പയർ ആവും, എക്സ്റ്റെൻഡ് ചെയ്യും. ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുക എന്നല്ലാതെ ഒരുപാട് കമ്പനികളിലേക്ക് CV കൊടുത്തിട്ട് റെഡിയാകുന്നില്ല. എന്നാൽ മകനെ കുറിച്ച് വേവലാതിപ്പെടുന്ന ഉമ്മ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഈ അമല്. പ്രയാസപ്പെടുന്ന ഉപ്പ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഈ അമല്. വളരെ ആത്മാർത്ഥമായിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട്, വളരെ ചെറിയ സമയം കൊണ്ട്, വളരെ സന്തോഷത്തോടുകൂടെ, റാഹത്തോടുകൂടെ, മനസാന്നിധ്യത്തോടുകൂടെ, ഹൃദയശുദ്ധിയോടുകൂടെ ചെയ്താൽ റബ്ബ് ആ മുറാദ് ഹാസിലാക്കാൻ കാരണമാകും. ഒരു തവണയെങ്കിലും ചെയ്തു നോക്കുക. അള്ളാഹു നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു തരട്ടെ. വിവാഹപ്രായമെത്തിയിട്ട് പൊര നിറഞ്ഞു നിൽക്കുന്ന കുടുംബങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു നിലക്കും വൈവാഹിക ആലോചനകൾ വന്ന് അത് കല്യാണത്തിന്റെ അടുത്തേക്കോ നിക്കാഹിന്റെ അടുത്തേക്കൊക്കെ എത്തിയിട്ട് ചെറിയ ചെറിയ പരാതികളും കാരണങ്ങളും പറഞ്ഞ് മുടങ്ങിപ്പോകുന്ന പ്രയാസത്തിലാണോ നിങ്ങളെ? പ്രയാസപ്പെടേണ്ടതില്ല. ഒരു തവണയെങ്കിലും ഈ അമല് ആ നിയ്യത്ത് കരുതിയിട്ട് അല്ലാഹു എന്റെ മോൾക്ക് നല്ലൊരു ഇണയെ അടുപ്പിച്ചു കൊടുക്കണേ എന്ന നല്ല നിയ്യത്തോടുകൂടെ ഒരൊറ്റ തവണയെങ്കിലും ചെയ്തു നോക്കൂ. അല്ലാഹു ആ നിയ്യത്ത് നമുക്ക് പൂർത്തീകരിച്ചു തരാൻ അത് വലിയ കാരണമാകുമെന്നാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ വലിയ വലിയ പ്രയാസങ്ങളിൽ അകപ്പെട്ടവർക്കൊക്കെ ഈ അമല് ചെയ്യാവുന്നതാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മൾ 12,000 ബിസ്മിയുടെ അമൽ പറഞ്ഞിട്ടുണ്ട്. അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകളെ കൊണ്ടും ചെയ്യാൻ പറ്റുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള, എഫക്റ്റീവ് ആയിട്ടുള്ള അമലുകൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ജീവിതത്തിൽ ചെയ്തു നോക്കുക. എല്ലാം എന്തെങ്കിലും പറയുന്നതല്ല. ഒന്നുകിൽ വിശുദ്ധ ഖുർആൻ ഓതാൻ പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ ഹദീസിൽ ആദരവായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതരങ്ങളിൽ നിന്ന് ഉതിർന്നു വീണ മണിമുത്തുകൾ, അവിടെ
അവിടുത്തെ മഹദ്വചനങ്ങൾ, അതിൽ ദുആകളുണ്ട്, അദ്കാറുകളുണ്ട്, വളരെ അത്ഭുതങ്ങൾ നിറഞ്ഞ എത്രയോ ദുആകൾ ആ കൂട്ടത്തിലുണ്ട്. മുത്തുനബി തങ്ങൾ പറഞ്ഞത് അതായിരിക്കും ഒന്നുകിൽ നമ്മൾ പറയാ, അല്ല എന്നുണ്ടെങ്കിൽ അസ്മാഉൽ ഹുസ്നയിലെ ഏതെങ്കിലും ഒരു ഇസ്മായിരിക്കും പറയാ. ഇങ്ങനെ ഈ വിഷയങ്ങളാണ് നമ്മൾ എപ്പോഴും സൊല്യൂഷൻസ് ആയിട്ട് പറയാറുള്ളത്. ഇതിനേക്കാൾ വലിയ സൊല്യൂഷൻസ് വേറെ ഒന്നുമില്ല പ്രിയമുള്ളവരെ. അള്ളാഹുവാണ് എല്ലാ രോഗങ്ങളും നൽകുന്നത്. ആ രോഗങ്ങൾക്കുള്ള ശിഫയും അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നൽകുന്നതല്ലേ. എത്രയോ പ്രവാചകന്മാർക്ക് രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, മഹാനരായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അയ്യൂബ് നബിക്ക് അള്ളാഹു ഒരുപാട് രോഗങ്ങൾ കൊടുത്തു. അതൊക്കെ മാറ്റിക്കൊടുത്തത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ഏത് പ്രയാസങ്ങളിൽ നിന്ന് നമ്മളൊക്കെ നമ്മുടെ മുൻഗാമികൾ അനുഭവിച്ച അത്രയൊന്നും പ്രയാസങ്ങൾ അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരൊക്കെ അവരുടെ മക്കളെ നഷ്ടപ്പെട്ടു. മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് വാർദ്ധക്യ സഹജമായ ആ അവസ്ഥയിൽ അള്ളാഹു മക്കളെ നൽകിയ എത്രയോ അനുഭവങ്ങളില്ലേ. അതുകൊണ്ട് നമുക്ക് ഏതു പ്രതിസന്ധികളും ഇറക്കി വെക്കാൻ കഴിയുന്ന ഒരേ ഒരു അവലംബം അത് പടച്ച റബ്ബ് മാത്രമാണ്. ആ റബ്ബിന്റെ മുമ്പിലാണ് ഇറക്കി വെക്കേണ്ടത്. ആ റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെക്കാനുള്ള ഒരു മാർഗവും കൂടെയാണ് ഈ പറയുന്ന അമൽ. അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് സൂറത്ത് യാസീനിന്റെ ഈ അമൽ നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പോൾ ഈ പറയുന്ന ഉപാധികളൊക്കെ പാലിക്കുക. ഒരൊറ്റ ഇരുത്തത്തിൽ ചെയ്യുക. ആ ഓതുന്നതിന്റെ ഇടക്ക് അന്യ സംസാരങ്ങൾ സംസാരിക്കാതിരിക്കുക. ഭൗതിക കാര്യങ്ങൾ അതിൽ ഇടക്ക് വരാതിരിക്കുക. നല്ല ചിന്തയും നമ്മുടെ വാക്കും മനസ്സും പ്രവൃത്തിയും എല്ലാം റബ്ബിന് വിധേയപ്പെടുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കുക. അങ്ങനെ നല്ല ചിട്ടയോടുകൂടെ ഈ അമല് വളരെ ആത്മാർത്ഥമായി ചെയ്ത് ഈ പറയുന്ന ദുആയും കൂടെ ചെയ്താൽ അൽഹംദുലില്ലാഹ് അല്ലാഹു നമ്മുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിച്ചു തരും. ഒരുപാട് ആളുകൾ എത്രയോ പ്രയാസങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് എൻ്റെ മോള് അന്യ ആളുടെ ഒപ്പമാണ്, അവരൊരുമിച്ച് ബാംഗ്ലൂരിൽ കഴിയുകയാണ്. എന്താണ് ചെയ്യുക ഉസ്താദെ, ഒരു പരിഹാരം പറഞ്ഞുതരുമോ എന്ന് പറഞ്ഞ് ഈ അടുത്ത് എന്നെ വിളിച്ചവരുണ്ട്. ഞാൻ അത്തരം ആളുകളുടെ പേരൊന്നും പറയാറില്ല. നമ്മളെ ഇതുവരെ അത്തരം വീഡിയോസുകളിലൊന്നും പേരുകളൊന്നും ആരുടെയും പറയാറില്ല. നമുക്കത് അവരുടെ പേര് പറയലോ അവരെ വഷളാക്കലോ ഒന്നുമല്ല നമ്മുടെ ലക്ഷ്യം. ആ രൂപത്തിൽ പ്രയാസപ്പെടുന്നവരുണ്ട് എന്നറിയിക്കലാണ്. അപ്പൊ അത്തരം പ്രയാസങ്ങളിലൂടെ ഇത് കേൾക്കുമ്പോൾ മറ്റുള്ളവർ കടന്നു പോകാതിരിക്കാനും അത്തരം സാഹചര്യങ്ങളിലേക്ക് എത്തുന്നതിന്റെ വാതിൽപ്പടിയിൽ നിൽക്കുന്ന കുടുംബങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചതിൽ നിന്ന് പിന്മാറ്റാനുള്ള വഴികളിലേക്ക് പ്രവേശിക്കാനുമൊക്കെ ഒരു മോട്ടിവേഷൻ ആകട്ടെ എന്ന് കരുതിയിട്ടാണ് പറയുന്നത്. അപ്പോ അവര് മാതാപിതാക്കള് പറഞ്ഞത് കേൾക്കാതെ അനുസരണയില്ലാതെ കഴിയുകയാണ്. അതുകൊണ്ട് തന്നെ ഫോൺ വിളിച്ചാൽ എടുക്കൂല. അവര് ലീഗലായിട്ട് മൂവ് ചെയ്യുകയാണ്. ലീഗലായിട്ട് മൂവ് ചെയ്യുമ്പോൾ ഒരു നിലക്കും മാതാപിതാക്കളുടെ ഇഷ്ടത്തിന് കിട്ടൂല. അവരുടെ താല്പര്യത്തിലാണ് പറഞ്ഞയക്കുക. അവർ പ്രായപൂർത്തിയായതുകൊണ്ട് കോടതി അവരുടെ സ്വയം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവസരം കൊടുത്തപ്പോ അവര് കോടതിയിൽ വെച്ച് നൊന്തു പ്രസവിച്ച ഉമ്മായുടെയും ചോരനീരാക്കി വളർത്തിയ ഉപ്പയുടെയും മുമ്പിൽ വെച്ച് അവർ പറഞ്ഞത് എനിക്ക് ഇവന്റെ കൂടെ പോകണം എന്നുള്ളതാണ്. ഈ 10 മാസം ഗർഭം ചുമന്ന് പ്രസവിച്ച ഈ ഉമ്മ ആരുമല്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകാൻ ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ ജനറേഷൻ എത്തി എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ഏതു വിഷയങ്ങളിൽ പ്രയാസത്തിലകപ്പെട്ടവരുണ്ടോ അവരുടെ മനസ്സ് മാറ്റാൻ കഴിവുള്ള അമലുകളാണ്. അതുകൊണ്ട് നല്ല ആത്മാർത്ഥമായിട്ട് ചെയ്യുക. അല്ലാഹു നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നേരിട്ട് കാണാനുള്ള കൺസൾട്ടേഷനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. എല്ലാ ചൊവ്വാഴ്ചകളിലും ഇല്ല. ഉള്ള ചൊവ്വാഴ്ചകളിൽ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച 10 മണിക്ക് ശേഷമാണ് വിളിക്കേണ്ടത്. ഞായറാഴ്ച 10 മണിക്ക് ശേഷം വിളിച്ച് ബുക്ക് ചെയ്യുന്നവർക്കാരാണ് വരാൻ സാധിക്കുക. അപ്പോ ചൊവ്വാഴ്ചകളിൽ ഉണ്ടോ എന്നറിയാൻ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചെക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ നൂറേ മദീനയുടെ ആത്മീയ മജ്ലിസ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മുടെ ഈ ചാനലിൽ നടക്കുന്ന നിങ്ങൾക്ക് ആ മജ്ലിസിൽ പങ്കെടുത്തിട്ട് അസ്മാഉൽ ഹുസ്ന ഓതാനുള്ള അവസരമാണ്. എപ്പോഴും നമ്മൾ പറയാറുണ്ട്, അസ്മാഉൽ ഹുസ്ന ജീവിതത്തിൽ മുറുകെ പിടിക്കണം.
അസ്മാഉൽ ഹുസ്ന കൊണ്ടുള്ള അമല് അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി തരും. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് അസ്മാഉൽ ഹുസ്ന എല്ലാ ദിവസവും ഓതാനുള്ള അവസരമാണ്. സൂറത്ത് യാസീൻ ഓതാനുള്ള അവസരമാണ്. വിർദുൽ ലത്തീഫ് ചൊല്ലാനുള്ള അവസരമാണ്. നല്ല നിയ്യത്തോടുകൂടെ എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് മജ്ലിസിൽ പങ്കെടുത്താൽ അല്ലാഹു നമ്മുടെ പ്രയാസങ്ങളെ തീർത്തു തരാൻ ആ ദിക്റുകൾ, അദ്കാറുകൾ, ദുആകൾ, ആ ഖുർആനിന്റെ ആയത്തുകൾ കാരണമാകും. അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ, അല്ലാഹു നമ്മെ ഖബൂലാക്കട്ടെ, ഇജാബത്ത് അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ദുആ വസിയത്തുകൾ നമ്മൾ വായിക്കാറുണ്ട്. ഈ വീഡിയോസിന് താഴെ വരുന്നതിനൊക്കെ ഓരോരുത്തർക്ക് സെപ്പറേറ്റ് റീപ്ലൈ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. എല്ലാം നമ്മൾ വായിച്ചറിയുന്നുണ്ട്. ആ പ്രയാസങ്ങളൊക്കെ എഴുതി അറിയിക്കുമ്പോൾ മനസ്സകങ്ങളിൽ ഓരോ ദുആ മജ്ലിസുകളിലും പ്രത്യേകം കരുതാറുണ്ട്. ഇൻഷാ അല്ലാഹു എല്ലാവർക്കും സലാമത്ത് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.